തെറ്റുകൾ തിരുത്തുന്നതിനോ അല്ലെങ്കിൽ ഒരു പ്രധാന ഘടകകക്ഷിയായ CPI പറഞ്ഞതിന് ചെവി കൊടുക്കുന്നതിനോ പകരം കൂടെ നിൽക്കുന്ന ചില ചാവേറുകളെ കൊണ്ട് CPI ആക്ഷേപിപ്പിക്കുകയാണ് CPI ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, CPM-നെ കുറിച്ച് CPI ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അങ്ങനെ ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനും അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും CPIക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട്. അപ്പൊ അവരെ വിമർശിക്കാൻ ആരാ ആദ്യം വന്നത്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷോ അല്ലെങ്കിൽ LDF-ന്റെ കൺവീനറോ ഒന്നും അല്ല, സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം ഒരു സാമുദായിക നേതാവ് എന്നതിനപ്പുറത്ത് CPI-യെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ ഉപദേശിക്കാനോ അദ്ദേഹത്തിന് എന്ത് അവകാശമുള്ളത്? അദ്ദേഹം ഇന്നലെ എന്താ പറഞ്ഞത്? CPI എന്ന് പറയുന്ന പാർട്ടിയെ ചതിയൻ ചന്തുവിനോടാണ് വെള്ളാപ്പള്ളി നടേശൻ ഉപമിച്ചത്. 10 വർഷം ഭരണത്തിന്റെ ഭാഗമായിട്ടിരുന്നു കൊണ്ട് കിട്ടാവുന്നെല്ലാം നേടിയെടുത്തു. എന്നിട്ടിപ്പോൾ സർക്കാരിനെ കുറ്റം പറയുന്നു. സർക്കാരിനെ കുറ്റം പറയുന്നു എന്ന് പറയുമ്പോൾ പിണറായി വിജയനെ കുറ്റം പറയുന്നു. അതാണ് വെള്ളാപ്പള്ളി നടേശന് സഹിക്കാതെ പോകുന്നത്. പിണറായി വിജയനെ കുറ്റം പറയാൻ ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വമുള്ള CPI-ക്ക് എന്ത് അവകാശമാണുള്ളത്? ഇത് കേട്ടപ്പോൾ നമ്മളൊക്കെ ഓർത്തത് എന്താ? തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം നമ്മുടെ MM മണി, മുൻ മന്ത്രി, ഇടുക്കിയിലെ നേതാവ് പറഞ്ഞ കാര്യമാണ്. സർക്കാർ തന്നതൊക്കെ വാങ്ങി തിന്നിട്ട് എതിരായിട്ട് വോട്ട് ചെയ്തു, പിറപ്പുകേടായിപ്പോയെന്ന്. എന്നാലോചിച്ച് നോക്കി, കേരളത്തിലെ ജനങ്ങൾ അവരുടെ സമ്മതിദാനാവകാശം ഉപയോഗിച്ചത് പിറപ്പുകേടായിപ്പോയെന്ന്, പിറന്നതിലെ തകരാറാണെന്ന്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഓർത്തത്. 10 കൊല്ലം അധികാരത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് ഇപ്പോൾ പിണറായി വിജയനെ കുറ്റം പറയുന്നു. അതാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചത്. അതിന് ബിനോയ് നല്ല മറുപടിയൊക്കെ പറഞ്ഞു. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ CPI-യെ ഇതുപോലെ അധിക്ഷേപിക്കുന്നതിന് ആരാണ് വെള്ളാപ്പള്ളി നടേശനെ ഇറക്കി വിടുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധ പ്രസംഗങ്ങൾ, പ്രതികരണങ്ങൾ മുസ്ലിങ്ങളെ LDF-ൽ നിന്ന് അകറ്റി എന്നുള്ളൊരു വസ്തുതയാണ്. അത് CPI ചൂണ്ടിക്കാട്ടിയെന്നതും ശരിയാണ്, അതും വസ്തുതയാണ്. എന്നിട്ടും പിണറായി വിജയൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും തോളിൽ കൈയിടുകയും വെള്ളാപ്പള്ളി പറഞ്ഞതിൽ തെറ്റില്ല എന്ന് സമർത്ഥിക്കുകയുമാണ് ചെയ്തത്. എന്താണ് ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര? അതും കൂടെ അറിയണമല്ലോ. വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും തമ്മിൽ എന്താണുള്ളത്? അതും ഈ ചർച്ചകൾക്കിടയിലേക്ക് ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. CPI പറഞ്ഞതൊന്നും CPM ചെയ്യാൻ പോകുന്നില്ല. അവരെ പുച്ഛിച്ച് പുറന്തള്ളുകയുള്ളൂ. അപ്പോൾ എന്താണ് CPI-യുടെ മുമ്പിലുള്ള വഴികൾ, ഓപ്ഷൻസ് എന്ന് ചിന്തിക്കണം. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ എന്ന ആ പൊളിറ്റിക്കൽ ബ്രാൻഡിന്റെ തിളക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ ഇല്ലാതെ CPI-ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് CPI ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഉപോൽപ്പന്നങ്ങളാണ്. പിണറായി വിജയൻ ഇല്ലെങ്കിലും CPI-ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ CPI ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ ഇല്ലാതെ, CPM ഇല്ലാതെ, ഇടതുപക്ഷ മുന്നണി ഇല്ലാതെ എന്തുകൊണ്ട് CPI-ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. കേരളത്തിലെ CPI-യുടെ ചരിത്രം ഒന്ന് എടുത്തു നോക്കി. അവരുടെ പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ സന്ദർഭം ഏതാണ്? 1969 അച്യുതമേനോൻ മുഖ്യമന്ത്രിയാകുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള മുന്നണി ജയിക്കുന്നു. 7 വർഷം തുടർച്ചയായിട്ട് ഭരിക്കുന്നു. ആ ഭരണകാലത്ത് കേരളത്തിലുണ്ടായ നേട്ടങ്ങൾ, കോൺഗ്രസുമായിട്ട് ചേർന്ന, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ചേർന്ന് അച്യുതമേനോന്റെ ഭരണകാലത്ത് കേരളത്തിലുണ്ടായ നേട്ടങ്ങൾ, കേരളത്തിൽ വന്ന പുതിയ പുതിയ സ്ഥാപനങ്ങൾ, കേരളത്തിന്റെ വികസനത്തെ കുറിച്ചുണ്ടായിരുന്ന ചിന്തയിൽ വന്ന വലിയ മാറ്റം, അത് പ്രായോഗികമായി നടപ്പാക്കിയത്, ഇത് CPI-യുടെ നേതൃത്വത്തിൽ നടന്ന കാര്യമാണ്. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി, മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടി. അത് CPI-യുടെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ സന്ദർഭമായിരുന്നു എന്ന് ആരും സമ്മതിക്കും. അത് കഴിഞ്ഞ് അടിയന്തരാവസ്ഥയ്ക്കൊക്കെ ശേഷം 1978 ഭട്ടിൻഡയിൽ നടന്ന പാർട്ടി കോൺഗ്രസ് CPI-യുടെ, ആ കോൺഗ്രസിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിന് പാർട്ടി തീരുമാനിക്കുന്നത്. അത് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പ്രശ്നമായിരുന്നു. അടിയന്തരാവസ്ഥയെ പിന്താങ്ങിയതിൽ കുറ്റബോധമുണ്ടായി പാർട്ടിക്ക്, CPI-ക്ക്. അതിലൊന്നും തെറ്റൊന്നുമില്ല. അതിനെ തുടർന്നാണ് CPM പറഞ്ഞ ഡിക്റ്റേറ്റ് ചെയ്ത ഉപാധികളിന്മേല് CPI LDF-ലേക്ക് വരുന്നത്. അന്ന് EMS പറഞ്ഞു ക്ലീൻ സ്ലേറ്റുമായിട്ട് വരാൻ, എല്ലാം തുടച്ചു വൃത്തിയാക്കിയ ക്ലീൻ സ്ലേറ്റുമായിട്ട് വരാൻ. അങ്ങനെ ചെന്ന് LDF-ൽ അംഗത്വമെടുക്കുക ചെയ്തത്. അതിനുശേഷം ഇന്നോളം CPI എന്ന് പറയുന്ന പാർട്ടി CPM-ന്റെ ആട്ടും തുപ്പുമേറ്റ് AKG സെന്ററിന്റെ വരാന്തി കിടക്കുക. അത് ആ പാർട്ടിയിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരു സാമന്ത പാർട്ടിയായിട്ട് CPM-ന്റെ അങ്ങനെ കഴിയുകയാ. ഇപ്പോൾ ഇവിടെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ ചന്ദ്രപ്പൻ പണ്ട് പറഞ്ഞ ആ സാഹചര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടുകൂടി ഉരുത്തിരിഞ്ഞു വരിക. നയപരമായി തന്നെ ഇന്ന് CPM വേറൊരു ചാലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക.
അവരിപ്പോൾ ഏറ്റവും താലോലിക്കുന്നത് ഹിന്ദുത്വയാണ്, മൃദു ഹിന്ദുത്വയാണ്. വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ ജനറൽ സെക്രട്ടറി മാത്രമല്ല, NDAയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ BDJSന്റെ സ്ഥാപകൻ കൂടിയാണ്. അദ്ദേഹമാണ് അത് സ്ഥാപിച്ചത്. ആ പാർട്ടി ഇന്ന് NDAയിലെ BJP മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാ. അദ്ദേഹത്തോടാണ് ചങ്ങാത്തം. അദ്ദേഹത്തിന്റെ തോളിലാണ് പിണറായി വിജയൻ കൈയിട്ടിരിക്കുന്നത്. നയപരമായി തന്നെ CPM-നോട് ഇപ്പൊ ചേർന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് CPI. ഈ നയവൈകല്യങ്ങള് അല്ലെങ്കിൽ പ്രവൃത്തിയിലെ തെറ്റുകള് ഇത് ഇടതുപക്ഷ മുന്നണിയെ മുഴുവൻ ആപത്തിലേക്കാണ് നയിക്കുന്നതെങ്കിൽ അതിൽ എന്തിന് CPM പങ്കാളിയാവണം? ആ തകർച്ച CPI-യും ഏറ്റെടുക്കണം. പണ്ട് ചന്ദ്രപ്രഭ ചോദിച്ചു, അതാണ് നടക്കാൻ പോകുന്നതെന്ന്. ഇതാതിവിടെ എത്തിക്കഴിഞ്ഞു, ആസന്നമായി കഴിഞ്ഞു. ഇവിടെയാണ് CPI ധീരമായ ചില നിലപാടുകൾ എടുക്കേണ്ടത്. CPIയുടെ കൂടെ നിന്നുകൊണ്ട് എന്തിനൊരു രാഷ്ട്രീയ ആത്മഹത്യക്ക് മുതിരണം? മറ്റു ഓപ്ഷൻസ് ഇല്ലേ? ആ ഓപ്ഷൻസ് സ്വീകരിക്കേണ്ടതല്ലേ? അതല്ലേ പാർട്ടിക്ക് നല്ലത്? അതല്ലേ കേരളത്തിന് നല്ലത്? അതല്ലേ കേരളത്തിലെ മതനിരപേക്ഷതയ്ക്ക് നല്ലത്? BJP കേരളത്തിൽ ശക്തിപ്പെടുന്നത് തടയുന്നതിന് ഇന്ന് CPI ഉള്ള പാർട്ടികള് കേരളത്തിലെ മറ്റു ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുമായി കൂടെ ചേരേണ്ടതല്ലേ? അടിയന്തരാവസ്ഥയുടെ ആ പഴയകാല സാഹചര്യമൊക്കെ എന്നേ മാറിപ്പോയി. ഇന്ന് കോൺഗ്രസ് പോലും അടിയന്തരാവസ്ഥ അംഗീകരിക്കുന്നില്ല. അന്ന് അടിയന്തരാവസ്ഥയെ എതിർത്ത പല പാർട്ടികളും നേതാക്കളും ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്കൊപ്പമാണ്. ഇതാണ് രാഷ്ട്രീയ സാഹചര്യം എന്നിരിക്കെ ഒരു രാഷ്ട്രീയ ആത്മഹത്യക്ക് മുതിരാതെ കൂടുതൽ പ്രായോഗികമായ വഴി ആലോചിക്കുന്നതും അതിലൂടെ സഞ്ചരിക്കുന്നതുമല്ലേ CPIക്ക് ഏറ്റവും അഭികാമ്യം? ഒരുപക്ഷെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ചർച്ച ചെയ്ത നേതൃയോഗങ്ങളെ തുടർന്ന് അത്തരത്തിൽ CPIയിൽ ശക്തമായ ഒരു ആശയ രൂപീകരണം നടക്കും എന്നാണ് കരുതേണ്ടത്.